സെക്കൻഡ്ലി വരുന്നതാണ് ഡബിൾ മാർക്കർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതും ഒരു 3 month ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഡബിൾ മാർക്കർ ടെസ്റ്റ് എടുക്കാം, അതല്ലെങ്കിൽ NIPT എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കാം. അപ്പോൾ ഡബിൾ മാർക്കർ എന്ന് പറയുന്ന ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു 80 to 90% അക്യുറസി നൽകുമ്പോൾ NIPT ടെസ്റ്റ് ഒരു 99.9% അക്യുറസി നൽകുമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചു എന്താ എടുക്കണ്ടേ. ഡോക്ടർ പറഞ്ഞു ഡബിൾ മാർക്കർ എടുത്താൽ മതി, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴും എൻ്റെ ഉള്ളിൽ വേണ്ട, നമുക്ക് ഇത് ജീവിതത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന, ഇനി ഒരിക്കൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് ഉറപ്പില്ലാത്ത ഒരവസ്ഥയാണ് ഈ മദർഹുഡ് അല്ലെങ്കിൽ പ്രഗ്നൻസി എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഒരു ഡബിൾ കൺഫർമേഷൻ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് NIPT ടെസ്റ്റ് കൊടുത്തു. അതിൻ്റെ ടെസ്റ്റിൻ്റെയൊക്കെ റിസൾട്ട് കിട്ടി. സോഫാർ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലൈഫിലെ ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഇത്രയും എക്സൈറ്റ്മെൻ്റ് ഉള്ള കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ നടക്കുമ്പോൾ പ്രൊഫഷണൽ ലൈഫ് ഞാൻ കുറച്ച് ഉഴപ്പിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് എക്സ്റ്റെൻറ്റ് സത്യമായിരിക്കും. കുറച്ച് ഉഴപ്പിയിട്ടുണ്ട്, പലപ്പോഴും മടിയാണ്, ക്ഷീണമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കിടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് താങ്ക്ഫുള്ളി എൻ്റെ കൂടെയുള്ള ആൾക്കാരെല്ലാവരും കൂടെ അതെല്ലാം എനിക്ക് മേക്കപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള എന്താ പറയുക, ഞാനില്ലാത്തത് കൊണ്ട് കാര്യങ്ങൾ ഡിലേ ആയി പോവുക അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കാതെ പോവുക, അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം സോഫാർ പ്രഗ്നൻസി എന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ഫേസാണ്.